നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ SC/ST കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതക, തെളിവ് നശിപ്പിക്കൽ, ക്രൂരമർദ്ദനം, SC/ST ആക്ട് തുടങ്ങിയ വകുപ്പുകൾ ചേർത്തു. സംഭവം നടന്ന് 83-ാം ദിവസമാണ് കുറ്റപത്രം നൽകുന്നത്. നൗഫൽ ചേരുന്നു. നൗഫൽ, വിശദാംശങ്ങൾ. ഷമ്മി, നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകം അതിന് 83-ാം ദിവസം പിന്നിടുമ്പോൾ അതിന്റെ കുറ്റപത്രം നെടുമങ്ങാട് SC/ST കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന കൊലപാതക കുറ്റം, തെളിവ് നശിപ്പിക്കൽ, അന്ന് തന്നെ നാം ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ ഉണ്ടായ വലിയ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ കുട്ടിയെ ഉപദ്രവിക്കാൻ അടിച്ചു എന്ന് പറയുന്ന ആ കമ്പ് ഉൾപ്പെടെയുള്ളവ തെളിവുകളായി അന്ന് പോലീസ് ശേഖരിച്ചിരുന്നു. അത് നശിപ്പിക്കാൻ ഈ പറയുന്ന കുട്ടിയുടെ രണ്ടാനച്ഛനായിട്ടുള്ള പ്രതിയും അമ്മയും ശ്രമിച്ചിരുന്നു എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ തെളിവ് നശിപ്പിക്കൽ, ക്രൂരമർദ്ദനം, അതായത് കുഞ്ഞിന്റെ കൈ അവരെ അടിച്ചു ഓടിക്കുകയും പിന്നീട് അത് കുഞ്ഞിന്റെ കൈക്ക് നീര് പറ്റിയതാണെന്നൊക്കെ കളവ് പറയുന്ന ഒരു സ്ഥിതിയും പോലീസ് പിന്നീട് തെളിയിക്കുകയുണ്ടായി. അത്തരത്തിൽ കുഞ്ഞിനെ മർദ്ദിച്ച് പിഞ്ചു കുഞ്ഞിന്റെ 2 കൈയും ഒടിയുന്ന ഒരു അവസ്ഥയുണ്ടായി. അത്തരത്തിൽ ഈ പറയുന്ന ക്രൂരമർദ്ദനം, തെളിവ് നശിപ്പിക്കൽ, കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള JJ ആക്ട് പ്രകാരം കൂടിയാണ്. JJ ആക്ടും SC/ST ആക്ട് കൂടി പ്രകാരമാണ് നെടുമങ്ങാട് SC/ST കോടതിയിൽ എന്തായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ തെളിവുകൾ ഉൾപ്പെടെയുള്ള കുറ്റപത്രം 210 പേജുള്ള കുറ്റപത്രമാണ്. അതായത് 78 പേജുള്ള കുറ്റപത്രം, അത് തെളിവുകൾ ഉൾപ്പെടെ പൂർണ്ണമായ തോതിൽ 210 പേജുള്ള കുറ്റപത്രമാണ് ഇന്നിപ്പോൾ 83-ാം ദിവസമായപ്പോൾ തന്നെ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഷമി, നൗഫലാണ് വിവരങ്ങൾ നൽകിയത്.